ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീട്ടിൽ എത്ര നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ചിലർക്ക് ഹോട്ടൽ ഭക്ഷണത്തോടാ താല്പര്യം. സച്ചേട്ടൻ എഴുന്നേറ്റ് പോയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഹോട്ടൽ ഫുഡിന്റെ പേരിലുള്ള വിശദീകരണമൊന്നും വേണ്ട. എത്ര നാളിങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. മാർക്കറ്റിംഗിന്റെ അക്കൗണ്ട്സിന്റെ മേൽനോട്ടം കൂടി ഇനി അവന്തിയേക്കായിരിക്കും. അതിന്റെ ആവശ്യമില്ല. മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ഇപ്പൊ ധനുഷ. തൽക്കാലം അവിടെ മറ്റൊരാളുടെ ആവശ്യമില്ല. ധനുഷിന്റെ അധികാരത്തിന് മേളിയിരുന്ന് ഭരിക്കാൻ ആർക്കും അധികാരം കൊടുക്കണ്ട. എനിക്കതിൽ എതിർപ്പുണ്ട്. ഞാൻ ഈ കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പറാ. എന്തിനാ നിങ്ങൾ എല്ലാവരും അവന്തികയെ എങ്ങനെ എതിർക്കുന്നത്? അവള് നന്ദന്റെ ഭാര്യയല്ലേ? ഇവള് പറയുന്നതൊക്കെ ബിസിനസിന്റെ നല്ലതിന് വേണ്ടിയാ. അതുകൊണ്ട് തന്നെയാ ഈ തീരുമാനത്തെ ഞാൻ എതിർക്കുന്നത്. ഇതില് നന്ദേട്ടനൊരു അഭിപ്രായം കാണുമല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് പറയാൻ നന്ദേട്ടന് കഴിയില്ല. അത് പറയാൻ പറ്റുന്ന അവസ്ഥ വരുന്നവരെ ഇത് നടപ്പാക്കാൻ പറ്റില്ല. ധനുഷിനെ കമ്പനിയിൽ നിയമിച്ചപ്പോ നിങ്ങളെല്ലാരും അംഗീകരിച്ചല്ലോ. പിന്നെ എന്റെ കാര്യത്തിൽ മാത്രം എന്തിനാ എതിർക്കുന്നത്? അതും ഇതും തമ്മിലെ ഒരുപാട് വ്യത്യാസമുണ്ട്. നന്ദേട്ടൻ ഞങ്ങളുടെ മൂത്ത സഹോദരനാ, അച്ഛന്റെ സ്ഥാനമുള്ള ആളാ. മതി, എല്ലാവരും പറഞ്ഞ ഞാൻ കേട്ടു. ഇത് എന്റെ തീരുമാനം. ഇത് അംഗീകരിച്ചേ പറ്റൂ. എന്നാ പിന്നെ എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നേ? അച്ഛൻ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ. അനുപേട്ട, ഞാൻ എന്റെ വീടെന്ന് പറഞ്ഞ് കയറി വന്നിട്ട് ഈ കുടുംബത്തിനകത്ത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ അതും എന്റെ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാന്നല്ലേ എല്ലാരും പറയാ. അതോർത്ത് നീ പേടിക്കണ്ട. ഇവിടെ ആരും അങ്ങനെയൊന്നും പറയില്ല. ഏട്ടനെ പേടിച്ച് ഒരുപക്ഷെ മീരടുത്ത് അത് പറയില്ലായിരിക്കും. ദൈവം, നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കരുത്. ഉണ്ടായ പിന്നെ അറിയാലോ. അവളുടെ സ്വഭാവം നീ കണ്ടതല്ലേ? വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് ചൊറഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞ കല്യാണം കഴിച്ച് വിടുന്നത് വരെ മാത്രമേ ഉള്ളൂ ഏതൊരു പെണ്ണിനും ജനിച്ച വീട്ടിലെ അധികാരം. പിന്നെ ചെന്നു കയറുന്ന വീടാ അവളുടെ സ്വന്തം വീട്. ഏട്ടത്തേക്കിപ്പോ ഇതാ സ്വന്തം വീട്. എനിക്ക് വേണ്ടി അനുപേട്ടൻ മീരടുത്തോട് വഴക്കിട്ടാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതെ, അനുപേട്ടൻ വൈകിട്ട് സ്വാമിസ് ഹോട്ടലിൽ പോകുമ്പോ നീ റെസ്റ്റോറന്റ് കൂടെ ഒരു മസാല ദോശയും കൂടി വാങ്ങിച്ചോണ്ട് പോരെ. സച്ചേട്ടനും ഞാനും കൂടി ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്. ആ അവിടുത്തെ മസാല ദോശയ്ക്ക് നല്ല ടേസ്റ്റാ. പിന്നെന്താ,
ഞാൻ വൈകുന്നേരം വരുമ്പോ വാങ്ങിക്കൊണ്ട് വരാം. സച്ചേട്ടാ, ആ സച്ചേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. വേണ്ട, വിശപ്പില്ല. നമ്മുടെ വീട്ടില് ഇതുവരെ ഇല്ലാതിരുന്ന ഒന്നാ ഈ ഡൈനിങ് ടേബിളിലെ പിണക്കം. ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്നിടത്തുനിന്ന് കഴിക്കാതെ എഴുന്നേറ്റ് പോകേണ്ടി വരുന്നത് വല്ലാത്ത വിഷമോ. അച്ചു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമമില്ലായിരുന്നു. വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതി ആഹാരത്തോട് വെറുപ്പ് കാണിക്കരുത്. വിശക്കുന്ന നേരത്താ നമുക്ക് ആഹാരം വേണ്ടത്. കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് മനസ്സമാധാനം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? ആഹാരം കഴിക്കണമെങ്കിലും മനസ്സിനൊരു സന്തോഷം വേണ്ടേ? അതില്ലാതെ കഴിച്ചാ തൊണ്ടേന്ന് താഴേക്ക് ഇറങ്ങില്ല. എന്തായിരുന്നു ബിൽഡപ്പ്? ചിലരുണ്ടാക്കിയാലേ ദോശ ശരിയാവൂ, ചിലരുണ്ടാക്കിയാലേ കറി ശരിയാവൂ. സച്ചി, ഇതൊക്കെ ആര് വിചാരിച്ചാലും കൂട്ടിയാ കൂടുന്ന കാര്യങ്ങളാ. ചിലരൊക്കെ പടിയിറങ്ങിപ്പോയാ ഈ വീടിന്റെ മേൽക്കൂര തകർന്ന് നിലംപൊത്തുന്നായിരുന്നല്ലോ എല്ലാവരും പറഞ്ഞോണ്ടിരുന്നത്. എന്നിട്ടിപ്പോ എന്തായി? ഒന്നും സംഭവിച്ചില്ല. എല്ലാം പഴയതിനേക്കാൾ ഭംഗിയായി നടക്കുന്നു. പിന്നെ സച്ചി ആഹാരം കഴിക്കാത്തത് വിശപ്പില്ലാഞ്ഞിട്ടല്ല, അർച്ചന ഈ വീട്ടിലില്ലാഞ്ഞിട്ടുമല്ല. കമ്പനി കാര്യങ്ങളിൽ ഇടപെടാൻ അച്ഛൻ എനിക്ക് അധികാരം തന്നതിലുള്ള എതിർപ്പ്. അച്ഛനോട് മറുപടി പറയാൻ വയ്യാത്തതുകൊണ്ടാ ഡൈനിങ് ടേബിളിൽ നിന്ന് സച്ചി എഴുന്നേറ്റ് പോയത്. എനിക്ക് അവന്തികടത്തിയോട് ഒന്നും സംസാരിക്കാനില്ല. പറയാനുള്ളതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ആ അതിരെ, ഞാൻ ഇറങ്ങാം. സന്ദീപിനോട് പറഞ്ഞേക്ക്. അല്ല, അപ്പൊ ഏട്ടൻ കഴിക്കാതെ പോവാണോ? ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. അല്ലെങ്കിൽ ഈ ആണുങ്ങളുടെ കാര്യം ഇങ്ങനെയാ. വീട്ടിൽ എത്ര നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ചിലർക്ക് ഹോട്ടൽ ഭക്ഷണത്തോടാ താല്പര്യം. സച്ചേട്ടൻ എഴുന്നേറ്റ് പോയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഹോട്ടൽ ഫുഡിന്റെ പേരിലുള്ള വിശദീകരണമൊന്നും വേണ്ട. എത്ര നാളിങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ആതിരെ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത് കാര്യം?